നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് അവിൽ വെച്ച് നല്ലൊരു പലഹാരം തയ്യാറാക്കാം. അതിന് ഞാൻ കുറച്ച് അവിലെടുത്തിട്ടുണ്ട്. ഇതേപോലെ കുത്തവിൽ എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തത് ഒരു സവാള, വലിയൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, പച്ചമുളക്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരിഞ്ഞ് വെച്ചതെല്ലാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കുറച്ച് വഴണ്ടി വരട്ടെ. ഉള്ളി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് എടുത്തു വെച്ച അവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എത്ര അവിൽ വേണോ അത്ര അവിൽ എടുത്തു കൊടുക്കുക. അതിനനുസരിച്ചിട്ട് ഉള്ളി എടുത്തു കൊടുക്കുക, പച്ചമുളക് എല്ലാം നമുക്ക് അതിനനുസരിച്ചിട്ട് എടുത്തു കൊടുക്കാം. നമ്മൾ എടുക്കുന്നത് തേങ്ങയാണ്. ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ ഒന്ന് നല്ലോണം വറുത്തിട്ടെടുക്കാം. നമുക്ക് ഇങ്ങനെ നല്ലൊരു പൊട്ട് വരണം. ഇതേപോലെ പൊട്ടിക്കുമ്പോൾ നല്ലൊരു പൊട്ടി കിട്ടണം. ഇനി അതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നന്നായി വറുത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും നന്നായി ഒന്ന് വറുത്തെടുക്കാം. അവിൽ ആയോ നോക്കാം. അവിൽ ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിൽ മൊരിഞ്ഞ് വരുമ്പോഴേക്കാണ് നമ്മൾ ഈ ഉള്ളിയും കറിവേപ്പിലയും പച്ചമുളകും എല്ലാം മൊരിഞ്ഞ് കിട്ടും. തേങ്ങയും എല്ലാം വറുത്തിട്ടായിട്ടുണ്ട്. ഇനിയിത് നമുക്ക് തീ ഓഫാക്കാം. ഇനിയിത് കുറച്ച് തണിഞ്ഞ് വരട്ടെ. ഇനി ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു നുള്ളി ഉപ്പിടുക. എന്നിട്ട് ഇതേപോലെ ആക്കി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം ചേർക്കണമെങ്കിൽ ഇത് തണിഞ്ഞിട്ടാകുമ്പം കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് തണിയട്ടെ. ഇത് തണിഞ്ഞിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കില്ല ആരെങ്കിലും ഒരാൾ വീട്ടിൽ വിരുന്നെല്ലാം വന്നിട്ടാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാം. പിന്നെ അതുമാത്രമല്ല, നമ്മളെ കുട്ടികളെല്ലാം ദൂരെ ജോലിക്കെല്ലാം പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതേപോലെ വറുത്തിട്ട് ഒരു പാത്രത്തിൽ ആക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളം വേറെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇതേപോലെ ചുരുണ്ടിയിട്ടിട്ട് കൊടുത്താലും മതി. അവർക്ക് ആവശ്യത്തിനെടുത്ത് കഴിക്കാനും നല്ലൊരു സാധനമാണ് ഇത്. നമുക്ക് ബാക്കിയില്ലേൽ ഒരു നുള്ളി ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തിളക്കി കൊടുക്കാം. ഇത് നല്ല സാധനമാണ്. ഇതേപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.